വളാഞ്ചേരി വെട്ടിച്ചിറയിൽ നിന്ന് യൂനസ് അഹമ്മദ് കൂടി ചേരുകയാണ്. യൂനസ്, ഇവിടെ കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറത്തുമായി വിവിധ ആഡംബര വാഹന ഷോറൂമുകളിലൊക്കെ പരിശോധന നടന്നിരുന്നു. അവിടെ നിന്ന് എന്തൊക്കെയാണ് കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? എത്ര വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്? ദിവ്യ, മലപ്പുറം വെട്ടിച്ചിറയിൽ രാവിലെ 11 മണിയോടെയാണ് ഈ ഒരു പരിശോധന ആരംഭിച്ചത്. ഈ ഫ്ലൈ വീൽസ് ഇന്ത്യ എന്ന ഈ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 17 വാഹനങ്ങൾ ഈ പ്രീമിയം വാഹനങ്ങളാണ്. അതോടൊപ്പം ഈ ഓഡി, BMW ഉൾപ്പെടെയുള്ള റേഞ്ച് റോവർ ഉൾപ്പെടെയുള്ള പ്രീമിയർ വാഹനങ്ങളാണ്. 17 വാഹനങ്ങൾ ഈ അനധികൃതമായാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നാണ് കസ്റ്റംസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ 2 വാഹനങ്ങൾ ഈ കരിപ്പൂരിലെ വിമാനത്താവളത്തിലെ കസ്റ്റംസ് യാർഡിലേക്ക് ഉടൻ കൊണ്ടുപോകുമെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കസ്റ്റംസിന്റെ വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഭൂട്ടാൻ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഹിമാചലിലേക്ക് എത്തിച്ച് ഹിമാചലിൽ നിന്ന് അനധികൃതമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കേരളത്തിൽ ഉൾപ്പെടെ എത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു തട്ടിപ്പ്, ഈ ഒരു രീതി നടന്നത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 17 വാഹനങ്ങൾ അനധികൃതമായി ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. 2 വാഹനങ്ങൾ ഉടൻ തന്നെ കരിപ്പൂരിലെ ഈ കസ്റ്റംസിന്റെ യാർഡിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ സംഘങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ കസ്റ്റംസ് സംഘങ്ങൾ എത്തിയാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കുന്നത്. ദിവ്യ, കരിപ്പൂരിൽ നിന്ന് ഷബീർ ഉമർ കൂടിയുണ്ട്. ഷബീർ, എവിടെ നിന്നൊക്കെയുള്ള വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ അവിടെ കരിപ്പൂരിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ഇത് നിലവിൽ ഒരു വാഹനം മാത്രമാണ് കരിപ്പൂരിലെ കസ്റ്റംസിന്റെ യാർഡിൽ എത്തിച്ചിട്ടുള്ളത്. എയർ കാർഗോ കോംപ്ലക്സിലാണ് അല്പസമയം മുമ്പ് ലാൻഡ് ക്രൂയിസർ വാഹനം, ആഡംബര വാഹനം എത്തിച്ചത്. അത് എവിടെ നിന്ന് പിടിച്ചതാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയില്ല. ആ വാഹനം മാത്രമാണ് ഇതിനോടകം എത്തിയത്. ഇവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതാണ്ട് 14 വാഹനങ്ങളെ കുറിച്ചായിരുന്നു വിവരം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ വാഹനങ്ങൾക്കായിട്ടായിരുന്നു പരിശോധന എന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അത് തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 7 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. എന്ന് വെച്ചാൽ വീടുകളിൽ ഉൾപ്പെടെ, വീടുകളിലും ഒപ്പം തന്നെ പഴയ വാഹനങ്ങൾ വിൽക്കുന്ന, ആഡംബര വാഹനങ്ങളടക്കം യൂസ്ഡ് കാർ വിൽക്കുന്ന കാർ ഷോറൂമുകളിലുമായിട്ടായിരുന്നു കസ്റ്റംസിന്റെ പരിശോധന നടത്തിയത്. അത്തരത്തിൽ ഏതാണ്ട് 11 വാഹനങ്ങൾ ഇതിനോടകം അനധികൃതമായി രജിസ്ട്രേഷൻ നടത്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നികുതി വെട്ടിച്ചടക്കം രജിസ്ട്രേഷൻ നടത്തിയെത്തിച്ചതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുമാണ് ലഭിക്കുന്ന വിവരം. അതിലൊരു വാഹനം മാത്രമാണ് ഇതിനോടകം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മറ്റു വാഹനങ്ങൾ കൂടി എത്തിക്കുമെന്നാണ് വിവരം. പക്ഷേ എപ്പോൾ എത്തിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതാണ്ട് ഉച്ചയോടുകൂടി വാഹനങ്ങൾ എത്തിക്കുമെന്നായിരുന്നു നേരത്തെ ലഭിക്കുന്ന വിവരം. ഇന്നത്തെ പറഞ്ഞതുപോലെ കേരള രജിസ്ട്രേഷനുള്ള KL 55 രജിസ്ട്രേഷനുള്ള ഒരു ലാൻഡ് ക്രൂയിസർ വാഹനമാണ് ഇതിനോടകം എത്തിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. പ്രിവന്റീവ് കമ്മീഷണർ തന്നെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കരിപ്പൂരിലേക്ക് എന്തായാലും കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ ഒരു വാഹനം മാത്രമേ എത്തിച്ചിട്ടുള്ളൂ. പക്ഷെ വരും മണിക്കൂറുകളിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി സീസ് ചെയ്തിട്ടുള്ള കൂടുതൽ വാഹനങ്ങൾ എത്തിച്ചേരും എന്നും പ്രതീക്ഷിക്കുന്നു.